ഹലോ ഗൈസ്, ഓപ്പൺ ടോക്സ് മല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഇന്ത്യസ് ഫാസ്റ്റ് ഹൈബ്രിഡ് ബൈക്ക് FCS ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. 2005 2 സ്ട്രോക്ക് എഞ്ചിനിന്റെ ബാനിന് ശേഷം നമ്മുടെ യമഹയുടെ ഹോട്ട് സെല്ലിംഗ് ബൈക്കുകളായിരുന്ന RX100, RX135 ഒക്കെ യമഹയ്ക്ക് ഡിസ്കണ്ടിന്യൂ വന്നു. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വിധി എഴുതി യമഹ തീർന്നു, യമഹ ഇനി തിരിച്ചു വരത്തില്ല എന്ന്. അങ്ങനെ ഇരുന്ന കോമ്പറ്റീറ്റേഴ്സിന് 2008 യമഹ കൊടുത്ത ഒരു ചുട്ട മറുപടിയായിരുന്നു നമ്മുടെ FCയിലൂടെ. അന്ന് അതുവരെ ഇന്ത്യക്കാർ കാണാത്ത രീതിയിലുള്ള റോഡ് പ്രസൻസും മസ്കുലർ ടാങ്കും മസ്കുലർ ബോഡിയും വൈഡർ ടയേഴ്സും വെച്ചാണ് അന്ന് FC അവർ ലോഞ്ച് ചെയ്തത്. അന്ന് FCക്ക് കൊടുത്തൊരു 153cc എഞ്ചിനായിരുന്നു. അന്ന് യമഹ FCയെ വിളിച്ചൊരു ചെല്ലപ്പേരുണ്ട്, ലോർഡ് ഓഫ് ദ സ്ട്രീറ്റ് എന്ന്, അതായത് തെരുവുകളുടെ രാജാവെന്ന്. അത് വേർഷൻ 2ലും വേർഷൻ 3ലും വേർഷൻ 4ലും വേർഷൻ 4 ഹൈബ്രിഡിലും അവർ കാത്തു സൂക്ഷിച്ചു. ഇതാണ് യമഹ FCയുടെ ചെറിയൊരു കഥ. കൂടുതൽ കഥ പറയാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് ഈ വണ്ടി സ്വന്തമായിട്ട് കോട്ടയം പാലായിലുള്ള ഫേവറേറ്റ് മോട്ടോഴ്സ് ആണ്. അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. യമഹ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സെയിൽസിനും സർവീസിനും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. നമുക്കിനി എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പം നമ്മുടെ വേർഷൻ 4ൽ കണ്ട അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മീറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, യമഹയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പഴയ രീതിയിലുള്ള ഹെഡ്ലാമ്പ്, ഡ്യുവൽ ചേമ്പർ ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഡിമ്മിനും ബ്രെഡിനും 2 ചേമ്പറാണ്. പിന്നെ നമുക്ക് 2 സൈഡിലും നമ്മുടെ DRലും കൊടുത്തത്. നമുക്ക് ഈ ഹെഡ്ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഓൺ ആക്കി നോക്കാം. നമ്മൾ കീയിട്ട് വണ്ടി ഓൺ ആക്കുമ്പോൾ വണ്ടിയുടെ DRലാണ് തെളിഞ്ഞു നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിയുമ്പോൾ മാത്രമാണ് വണ്ടിയുടെ ഹെഡ്ലാമ്പ് ഓൺ ആകുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഡിമ്മിനും ബ്രൈറ്റിനും 2 ചേമ്പറായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയിൽ അവർ മാറ്റം വരുത്തിയേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്. നേരത്തെ നമ്മുടെ ബോഡിയോട് അല്ലെ ഹെഡ്ലാമ്പിനോട് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് ഇൻഡിക്കേറ്റേഴ്സ്. പക്ഷേ നമുക്ക് ഈ മോഡലിലേക്ക് വരുമ്പം ഈ രീതിയിലാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്, അതായത് ടാങ്കിനോട് അറ്റാച്ച് ചെയ്ത രീതിയിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത രീതിയിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ പഴയ CBZ കണ്ടേക്കുന്ന രീതി. CBZ ഹാലോജൻ ആയിരുന്നു, എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ നമ്മളൊരു LED യൂണിറ്റ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ FCയിൽ നമ്മുടെ ഹെഡ്ലാമ്പും ടെയിൽ ലാമ്പ് യൂണിറ്റ് LED വന്നാൽ പോലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോർമൽ ഹാലോജൻ ആയിരുന്നു കൊടുത്തത്. എന്നാൽ ഇതിൽ അതൊരു മാറ്റം വരുത്തുന്നുണ്ട്, ഒരു നല്ല കാര്യം തന്നെ. കാരണം നമ്മൾ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളത് അംഗീകരിക്കണമല്ലോ, അല്ലെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അംഗീകരിക്കണം. പിന്നെ വേറെ ഡിസൈൻ ലാംഗ്വേജിലോ കാര്യങ്ങളൊന്നും മാറ്റമില്ല. നോർമൽ ആ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ യമഹയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പഴയ രീതിയിലുള്ള ഫ്രണ്ടിലത്തെ ഫെൻഡർ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ MTയിലൊക്കെ കണ്ട അതേ രീതിയിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് വരുന്നത് വെച്ചാൽ 282mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കൊടുത്ത കാലിബേഴ്സ് ബൈബ്രിഡ് തന്നെ ടിൻ പിസ്റ്റൺ കാലിബേഴ്സ് ആണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ബൈറ്റ് ഫോഴ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്ന കാലിബേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ടയർ ഇവിടെ കൊടുത്തേക്കുന്നത് വെച്ചാൽ സിയറ്റിന് തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. അത് 180 സെഷൻ ടയേഴ്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തത്, ട്യൂബ്ലെസ് ആണ്. അപ്പം നേരത്തെ മോഡൽ എനിക്ക് തോന്നുന്നു MRFന്റെ ടയേഴ്സ് ആയിരുന്നു. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ സിയറ്റിന്റെ ടയറിലേക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം സിയറ്റ് ആണ് കുറച്ചുകൂടെ ഒരു, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, കുറച്ചുകൂടെ കംഫോർട്ട് തന്ന ടയേഴ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി തരുന്ന ടയേഴ്സ് സിയറ്റ് ആണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒന്നെങ്കിൽ സിയറ്റ് അല്ലെങ്കിൽ മെഷീൻ ടയേഴ്സ് ആണ് ഞാൻ എൻ്റെ വണ്ടികൾക്ക് കൂടുതൽ ഇടാറുള്ളത്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് എടുക്കുമ്പോൾ പഴയ FC കണ്ട അതേ സൈഡ് പ്രൊഫൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഗ്രാഫിക്സിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു നീല കളറിലുള്ള സ്ട്രിപ്പിംഗ് പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡ് എഞ്ചിനെ ഒരു ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹൈബ്രിഡിൻ്റെ ഒരു കളറിനെ നോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഡീക്രോം ആയിട്ടുള്ള FCSന്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പിന്നെ നമുക്കിവിടെ ഫിന്നിൻ്റെ കാര്യങ്ങൾ അവിടെയെല്ലാം ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യമഹയുടെ നമ്മുടെ ലോഗോ ഒക്കെ നമ്മുടെ എഞ്ചിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ലിവേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ ഒരു മാറ്റങ്ങളില്ല. പഴയ രീതിയിലുള്ള എക്സോസ് യൂണിറ്റ്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് എടുക്കാം. ബാക്കിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും ഒരു വരുത്തിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓൺ ആക്കി നോക്കാം. നമുക്ക് 4-way ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ LED ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് ലൈറ്റ്, നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ്, നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ കാര്യങ്ങൾ, റിഫ്ലക്റ്റേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലത്തെ ടയർ ഹഗർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 140 സെഷൻ ടയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ 140 17 സെഷന്റെ സീറ്റിന്റെ ടയേഴ്സ് ആണ്, ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്കിലത്തെ ബ്രേക്കിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS കാര്യങ്ങൾ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പോലും ബാക്കിൽ നമുക്ക് 220mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതും വൈബ്രിഡ് കാലിബേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പുറത്തെ സൈഡിലേക്കും ഒരു മാറ്റങ്ങളും വണ്ടിയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ അവർ വരുത്തിയിട്ടില്ല. കാരണം നമ്മുടെ FC വേർഷൻ 4 എങ്ങനെയാണോ അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ അത് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ സീറ്റിംഗിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ പഴയ FC കണ്ടിട്ടുള്ള അതേ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ സിംഗിൾ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ പ്രാവശ്യം സ്പ്ലിറ്റോ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല കുഷനും അത്യാവശ്യം നല്ല കംഫോർട്ടും തരുന്ന സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രാബ് റെയിൽ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ ചെയിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഴയ FC കണ്ട പോലെ തന്നെ ഓപ്പൺ ചെയിൻ ആണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഒരു സാരി ഗാർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ ഫസ്റ്റ് FC മുതലുള്ള അതേ രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. അത് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. പ്രീലോഡ് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു പ്രധാന മാറ്റം ഒരു ഡിസൈൻ ലാംഗ്വേജിൽ അവർ വരുത്തിയേക്കുന്നത്, ഈ എഞ്ചിനിൽ ഒരു കവറിങ് ഉണ്ടോ, ഒരു
ബ്ലൂ കോറിന്റെ ഒരു കവറിംഗ് ആണ് കൊടുത്തേക്കുന്നത്, യമഹയുടെ ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള വണ്ടിയിൽ മാത്രമാണ് അവർ കൊടുത്തേക്കുന്നത്. എനിക്കൊന്ന് ഈ ഒരു FC മാത്രമാണ് ഇവർ ഇങ്ങനെ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൊടുത്തേക്കുന്നത്. മറ്റേ 2 മോഡൽസ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇല്ല. ഇതാണ് പ്രകടമായിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിലുള്ള ഒരു മാറ്റം അവർ വരുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ 5 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഈ ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്പീഡിനനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ഷൻ കൺട്രോൾ, ഒരു മൈൽഡ് ട്രാക്ഷൻ കൺട്രോളാണ്. അത് നമ്മുടെ ഹൈനസിലൊക്കെ കണ്ട രീതിയിലുള്ള മൈൽഡ് ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യം ഒരു 150cc സെഗ്മെന്റ് വണ്ടിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഇരിക്കട്ടെ. അങ്ങനെ നമുക്കൊരു ഫീച്ചർ തന്നുകൊണ്ട് അങ്ങനെ ഒരു ഫീച്ചർ എന്തായാലും ഇരിക്കട്ടെ. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സ്പെസിഫിക്കേഷനിൽ എടുക്കാം. ഈ വണ്ടിക്ക് യമഹ കൊടുത്തേക്കുന്ന ഒരു 149cc എയർ കൂൾഡ് 4-stroke 2-valve എഞ്ചിനാണ്. പിന്നെ ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗേഴ്സ് വെച്ചാൽ 12.4 PS പവർ ആയിട്ട് 7250 RPM, അതുപോലെ തന്നെ 13.3 Nm ടോർക്കറ്റ് 5500 RPM. ചില വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, അതായത് ഒരു ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നതുകൊണ്ട് ഇതിന്റെ ടോർക്കിൽ വ്യത്യാസം വന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ടോർക്കിൽ വ്യത്യാസം വന്നെന്ന് യമഹയുടെ ഒരു സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് അതിന്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്ന് പേസ്റ്റ് ചെയ്ത്, കാരണം എനിക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് അവിടത്തേന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡീറ്റെയിൽ പറയാത്തത്. ഇനി നമ്മൾ വണ്ടിയുടെ ഓവറോൾ ഡയമെൻഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഓവറോൾ വിത്ത് എന്ന് വെച്ചാൽ 780 mm വിത്താണ്. ഓവറോൾ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ 1080 mm ആണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ 790 mm ആണ്. വണ്ടിക്ക് വീൽ ബേസ് എന്ന് വെച്ചാൽ 1330 mm ആണ്. പിന്നെ വണ്ടിയുടെ മിനിമം ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. പിന്നെ വണ്ടിയുടെ കെർവ് വെയിറ്റ് ഈ മോഡലിന്, അതായത് ഹൈബ്രിഡ് മോഡലിന് 138 കിലോ ആണ്. പിന്നെ ഇതിന്റെ താഴെയുള്ള നമ്മുടെ FCS FI മോഡലിന് 137 കിലോയും നമ്മുടെ നോർമൽ FCക്ക് 134 കിലോ ആണ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു 4 കിലോ ഹെവിയർ ആണ് നമ്മുടെ നോർമൽ FCയെ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഹൈബ്രിഡ് എഞ്ചിൻ വന്നതിന്റെ ആ ഒരു ഇഷ്യൂ കാരണമാണ് അങ്ങനെ ഒരു വെയിറ്റ് വരാനുള്ള കാരണം. അതൊരു ഇഷ്യൂ അല്ല, കാരണം നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വെയിറ്റിൽ ഇൻക്രീസ് വന്നത്. നമ്മുടെ 2008 നമ്മുടെ FC ലോഞ്ച് ചെയ്തപ്പം FCയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ മൈലേജ് ഇല്ലായിരുന്നു. ഒരു 30-35 മൈലേജ് ഇല്ലായിരുന്നു. അന്ന് ആ സെഗ്മെന്റിൽ നിൽക്കുന്ന വണ്ടികൾക്കെല്ലാം 40 above മൈലേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു 30-35 മൈലേജ് ഇല്ലായിരുന്നു. പക്ഷേ ഈ മോഡലിലേക്ക് വന്ന് നമുക്ക് 60 മൈലേജ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്ന ഹൈബ്രിഡ് എഞ്ചിനാണ്. ഈ ഹൈബ്രിഡ് എഞ്ചിൻ നമ്മളെ കാറുകളിൽ കാണുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിൻ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ്ങിൽ ഹൈബ്രിഡും നമ്മുടെ നോർമൽ പെട്രോളുമായിട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ല ഇവിടെ കൊടുത്തത്. ഇതിന് കൊടുത്തേക്കുന്ന ഹൈബ്രിഡ് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു മോട്ടറിന്റെ സപ്പോർട്ട്, വണ്ടി റണ്ണിങ്ങിലോ കാര്യങ്ങളിലോ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഊഹം കറക്റ്റ് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഫ്യൂവലിംഗ് വേണ്ടത്. ആ ഒരു സമയത്ത് ഒരു മോട്ടറിന്റെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു സപ്പോർട്ട് കാരണമാണ് വണ്ടിക്ക് ഇത്രയും മൈലേജ് കിട്ടാനുള്ള കാരണം യമഹ ക്ലെയിം ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ റണ്ണിങ്ങിലോ കാര്യങ്ങളോ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ഈ വണ്ടിക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി നമുക്ക് വണ്ടിയുടെ ടാങ്കിന്റെ സൈഡിലേക്ക് കിടക്കുന്നത് ഇതൊരു 13 ലിറ്റർ ടാങ്ക് ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡിറ്റാച്ചബിൾ ടാങ്ക് ലിഡും കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടാങ്ക് ലിഡാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ ബ്ലൂ കോർ E20 സപ്പോർട്ട് കേപ്പബിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ FCയിലുള്ള പോലെ നമ്മുടെ ടാങ്കിലാണ് നമ്മുടെ കീടും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം പല എല്ലാ വണ്ടിയിലും നമുക്ക് USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരിടത്തും തപ്പിയിട്ട് അങ്ങനെ ഒരു USB ചാർജിങ് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് ചിലപ്പം ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ വണ്ടിയുടെ സ്വിച്ചസിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ പുതിയൊരു സ്വിച്ച് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇവിടെ ഒരു ജോയിസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺട്രോൾ ചെയ്യുന്നത്, മീറ്റർ ഓൺ ആകുമ്പോൾ കാണിച്ചില്ല. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ് ലാമ്പിനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് എക്സ്റ്റൻഷൻ എല്ലാം കൂടെ ഉള്ള, പിന്നെ നമ്മുടെ i3 തുല്യമായിട്ടുള്ള യമഹയുടെ ഈസി സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിനുള്ള സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു യമഹയുടെ ഒരു ബാഡ്ജിങ് നമ്മുടെ ഹാൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാർ ഹാൻഡിൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മീറ്റർ നമുക്കൊരു 4.3 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അത് യമഹയുടെ ഒരു ബാഡ്ജിങ്ങോട് കൂടി ഓൺ ആയി വരും. നമുക്കൊരു അത്യാവശ്യം കളർ, അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏകദേശം ഒരു 2:30 സമയത്താണ്, എന്നാൽ പോലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അതിൽ യമഹയുടെ ഒരു ബാഡ്ജിങ്, നമ്മുടെ ബേസിക് വാണിങ്സ് അല്ല, ഇൻഡിക്കേറ്ററിന് ഇപ്പോൾ 4-way ഇൻഡിക്കേറ്ററിന്റെ ഓൺ ആയി കിടക്കുന്നുണ്ട്. ഇൻഡിക്കേറ്ററിന്റെ വാണിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിമ്മ്, ബ്രൈറ്റ്, നമ്മുടെ ഓട്ടോ കട്ട് ഓഫിന്റെ കാര്യങ്ങൾ, ന്യൂട്രൽ, പിന്നെ ABS, നമ്മുടെ FIയുടെ വാണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടൈം, RPM മീറ്റർ, ലോ ഫ്യൂലിന്റെ വാണിംഗ്, നമ്മുടെ ഓഡോമീറ്റർ, പിന്നെ നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കിവിടെ കാണാം ട്രിപ്പ് F, ഇൻസ്റ്റന്റ് മൈലേജ്, പിന്നെ ആവറേജ് മൈലേജ്, ആവറേജ് സ്പീഡ്, ട്രിപ്പ് 1, ട്രിപ്പ് 2, ഓഡോമീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് നിൽക്കുക, നമുക്ക് മ്യൂസിക് സെറ്റിംഗ്സ്, നാവിഗേഷൻ, നോട്ടിഫിക്കേഷൻ, വെതർ, പിന്നെ സെറ്റിംഗ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ളതുകൊണ്ട്, പിന്നെ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാനുള്ളതുണ്ട്, പിന്നെ തീംസ്, അതായത് നമ്മുടെ നൈറ്റ് മോഡാണോ ഡേ മോഡ്, പിന്നെ ക്ലോക്ക്, യൂണിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, പിന്നെ ഇൻഫർമേഷൻ റീസെറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മുടെ യമഹയുടെ വൈ കണക്ട് ആപ്പുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് 10x10 നാവിഗേഷൻ, കോൾ എല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു മീറ്ററാണ്. അതായത് യമഹയുടെ വൈ കണക്ട് ആപ്പ് ഉപയോഗിച്ച് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. ഞാൻ ഒരിക്കലും അത്
നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളല്ല, പക്ഷെ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ എത്ര പേര് അത് യൂസ് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ പേഴ്സണലി സ്കൂട്ടറിൽ അല്ലെ ബൈക്കിൽ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാറില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കതൊരു യൂസ്ഫുൾ ഫീച്ചറല്ല. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയൊരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ വണ്ടിയിലുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയേക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങോട്ടൊന്ന് കേട്ടു നോക്കാം, എന്തെങ്കിലും സൗണ്ടിലെ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്റ്റാർട്ടിങ് ഒരു ഒച്ചയോ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ഈ സൈഡിൽ നിന്ന് കേട്ടോണം. ആ പഴയ രീതിയിലുള്ള സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിനി വണ്ടിയുടെ സൗണ്ട് എങ്ങോട്ടൊന്ന് കേട്ടു നോക്കാം. എനിക്ക് തോന്നുന്ന വണ്ടിയുടെ സൈലൻസിന്റെ സൗണ്ടിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ പഴയ സൈലൻസിന്റെ സൗണ്ട് തന്നെയാണ് ഇപ്പോഴും കൊടുത്തേക്കുന്നത്. ആ ഒരു കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തില്ല. പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സൗണ്ട് എടുത്ത് മാറ്റിയത് എന്തായാലും നല്ല കാര്യം. എനിക്ക് തോന്നുന്നത് അതാ നമ്മുടെ പുതിയ മോട്ടോർ സിസ്റ്റത്തിന്റെ ആ ഒരു ബെനിഫിറ്റ് കാരണമാണ് അങ്ങനെ ഒരു നമ്മുടെ എഫിലും അങ്ങനെ ഒരു കാര്യം അവർ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ ഫസീനോയിലൊക്കെ ഉണ്ടായിരുന്ന അതൊരു ഫീച്ചർ. അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് മാറ്റം വരുത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ദ ഹോൾ ന്യൂ FC ഹൈബ്രിഡിനെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അത്യാവശ്യം നല്ലൊരു വെൽ ബിൽഡ് ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ FC-യുടെ 4 ജനറേഷനിലുള്ള ഐക്കോണിക് ഡിസൈനിങ് ലാംഗ്വേജ് എല്ലാം അവർ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 60 മൈലേജ് എന്തായാലും കമ്പനി സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ ഒരു മര്യാദയ്ക്ക് 50-55 എന്തായാലും ഈ വണ്ടി കിട്ടുന്നതാണ്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ 2-3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് USB ചാർജിങ്. അതിപ്പോൾ എല്ലാ വണ്ടികളും സ്റ്റാൻഡേർഡ് ആണ്. അതിപ്പം ഇവർ അതിൽ കൊടുത്തിട്ടില്ല. നമ്മളിവിടെ തപ്പിട്ട് കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പം യമഹ പല കാര്യങ്ങളും കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഫസീനോയിൽ അവർ കിക്കർ എടുത്തു മാറ്റി. നമ്മുടെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഒരു ഫസീനോ എടുത്തായിരുന്നു. അതിൽ കിക്കറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പുതിയ സ്റ്റോക്ക് പോയപ്പോൾ അത് കിക്കർ കാണുന്നില്ല. എനിക്കൊന്നും ഇപ്പോൾ കോസ്റ്റ് കട്ടിംഗ് ആണ്. ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഇനി കിക്കർ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഫസീനോയുടെ ഒരു പുതിയ റിവ്യൂ എന്തായാലും ഉടനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ അതിൽ പറയാം. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അവർ നമ്മുടെ ഈ സാധനങ്ങൾ എടുത്ത് മാറ്റിയേക്കുന്നത്, നമ്മുടെ USB ചാർജിങ് എടുത്ത് മാറ്റിയേക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറ്റിയ അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും അനാവശ്യമുള്ള പാനൽ ഗ്യാപ്സ് വൈബ്രേഷൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് FC ഉണ്ടായിരുന്നു. അവനെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഇവിടുന്ന് ഈ ലോക്ക് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടി മറിഞ്ഞ് വീഡിയോ ചെയ്യാം. ഇതിലും ആ ഒരു കാരണം റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിപ്പോഴും ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഇതാണ്. ഫസ്റ്റ് മോഡൽ FC-യിലെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് പീസിന് അത്യാവശ്യം വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കാരണം വണ്ടി ഒന്ന് ചെരിഞ്ഞ് വീണാൽ നമുക്ക് ഈ ഒരു പീസ് ഡാമേജ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങളത് കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ സ്വിച്ചസിലും കാര്യങ്ങളിലെല്ലാം അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം യമഹ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പോരായ്മ, യമഹയുടെ വണ്ടികളിൽ തോന്നിയൊരു പോരായ്മ എന്ന് വെച്ചാൽ വണ്ടിയുടെ പെയിന്റ് ജോബാണ്. കാരണം ഈസിലി വണ്ടി സ്ക്രാച്ച് ആകാനുള്ള ചാൻസസ് ഉണ്ട്. വണ്ടിയുടെ ഈ ഒരു പെയിന്റ് ചെറിയൊരു പൊടിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് തൂത്താൽ പോലും സ്ക്രാച്ച് ആവുക. അപ്പം നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നവർ ഒരു ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും ഒരു കോട്ടിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിയർ കോട്ടിങ് എക്സ്ട്രാ ഒന്ന് ചെയ്യുക. കാരണം ഇത് ചെയ്തേക്കുന്ന ക്ലിയർ കോട്ടിങ് ഭയങ്കര നാരമാണ്. അപ്പോൾ ആ ഒരു കോട്ടിങ് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ 2-3 കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ വണ്ടി നല്ല വണ്ടിയാണ്. ഞാനിതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞല്ല, ഈ ഒരു റിവ്യൂവർ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഓവറോൾ നല്ലൊരു വണ്ടിയാണ്. നല്ല മൈലേജ്, നല്ല കംഫോർട്ട് കാര്യങ്ങളെല്ലാം തരുന്ന വെൽ ബിൽഡ് ആയിട്ടുള്ള യമഹയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് മെഷീൻസിൽ ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടിയായിട്ടുള്ള എന്ത് റിലേറ്റഡ് സർവീസ് ക്വയറീസിന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. നമ്മുടെ ഫേവറേറ്റ് യമഹയാണ് പാലായിലുള്ള ഓതറൈസ്ഡ് ഡീലർ. അവരോട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വണ്ടിയുടെ വിശേഷങ്ങളുമായി കടന്നു വരാമെന്ന് ചോദിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്.